ഇതെല്ലാം സെറ്റായി വന്നപ്പം തീ ഓഫ് ചെയ്യുക. ലാസ്റ്റ് കുറച്ചും കൂടെ നല്ലെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. നമ്മുടെ കാരക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒരു ഭരണിയിലോട്ടോ ഒരു കുപ്പിയിലോട്ടോ ആക്കി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാരക്ക അച്ചാറാണ്. അപ്പോൾ ഈ കാരക്ക അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കാരക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ടാണ് ഇടുന്നത്. ഞാനിത് അല്ലാതെ ഇടുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നല്ലെണ്ണയിലാണ് കടുക് വറക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നു. അപ്പോൾ ഇവിടെ കടുകൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളുക. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാരക്ക തട്ടിയിടാം. ഇത് ചെറുതായി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1, 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നല്ലോണം യോജിപ്പിക്കുക. ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. അധികം വേവൊന്നുമില്ല. തിളച്ച് കഴിയുമ്പോഴേ ഇത് നല്ലതുപോലെ വെന്ത് പൊട്ടി വരും. കുറേയൊക്കെ വാടിയിട്ടുണ്ട്. ഇത് വേവട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റാം. കണ്ടോ, പൊട്ടി വന്നതുണ്ടോ? നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. കുറച്ചും കൂടി ഉപ്പിടാം. അതിനുശേഷം കായപ്പൊടി. ഇനിയാണ് പ്രധാനപ്പെട്ട സാധനം ചേർക്കുന്നത്. ചതച്ച് വെച്ചേക്കുന്ന മുളക്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി മുളകാണ്. നല്ല കളറും കാണും. നല്ലതുപോലെ ഇളക്കുക. ഇപ്പോൾ ഇതിലെ വെള്ളം എല്ലാം പറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം സെറ്റായി വന്നപ്പം തീ ഓഫ് ചെയ്യുക. ലാസ്റ്റ് കുറച്ചും കൂടെ നല്ലെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. നമ്മുടെ കാരക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒരു ഭരണിയിലോട്ടോ ഒരു കുപ്പിയിലോട്ടോ ആക്കി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.